for the grand entry of all the cast and crew of the film to the hall. And here they are. മികച്ച കൈഡി നൽകി തന്നെ നമുക്ക് താരങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യാം. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ എത്തിയിരിക്കുകയാണ്. What a moment everybody. ശ്രീ ഗോകുലം ഗോപാലൻ സർ, സി ആന്റണി പെരുമ്പാവൂരും നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നു. Even more loud round of applause. Let's welcome Sri Prithviraj Sukumaran, Sri Indrajit Sukumaran, Sri Tovino Thomas. Keep screaming everybody. കൃത്യമായി പറഞ്ഞാൽ 2019 നമ്മുടെ ഒരു കാത്തിരിപ്പ് ആരംഭിക്കുന്നത്. ഏകദേശം ഒരു മാസം മുൻപ് നമ്മൾ മലയാളി പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രമേൽ പ്രൗഢമായ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ടീസർ ലോഞ്ച് ഇവന്റ് നമ്മൾ കണ്ടിരുന്നു. ഇന്ത്യൻ സിനിമയുടെ താര രാജാക്കന്മാര് നമ്മുടെ സ്വന്തം മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് ഒരു വേദിയിൽ ചിത്രത്തിന്റെ ടീസർ നമുക്ക് മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഫ്രം ദേർ ചിത്രത്തിലുള്ള നമ്മുടെ കാത്തിരിപ്പ്, ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെന്റ് എല്ലാം വേറെ ലെവലാക്കിക്കൊണ്ടുള്ള ഒരുപാട് അനൗൺസ്മെന്റ്സ് ആണ് നമ്മൾ കണ്ടത്. 18 ദിവസങ്ങളിലായി 36 ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ. ഓരോ ദിവസവും ഓരോ ക്യാരക്ടേഴ്സ് നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ we were like just wow. അതിനുശേഷം there was yet another landmark announcement that Adya Malayalam cinema to be released in IMAX. And ladies and gentlemen, then we watched the massive trailer of the film. Our trailer namakku thanna impact, I really don't know how to put that into words. Attitude ആണ് കാര്യം. സാധാരണ സിനിമകൾ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അതൊരു വളരെ സക്സസ്ഫുൾ ആയി മാറി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് നന്ദി പറയും. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നു. അതിലേറ്റവും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയണം. താങ്ക് യു സോ മച്ച്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഈ സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ്. ആൻ്റണി പറഞ്ഞ പോലെ ഇതൊരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു എമ്പുരാൻ. നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമകൾ തുടങ്ങുന്നത്. ഞാൻ സിനിമയിൽ വന്നിട്ട് 47 വർഷമായി. ഗോപാലേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ. ഞാൻ സിനിമയിൽ തന്നെയാണ് വളർന്നത്. കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് വന്നു. പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ടേഴ്സ്, നസീർ സാറായാലും മധു സാറായാലും തിക്കുറിശി സാർ, SP പിള്ള സാർ, നെടുമുടി വേണിച്ചൻ, ഒരുപാട് പേരുടെ, സുഖുവേട്ടൻ, അല്ലെങ്കിൽ ഞാൻ ജയൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി, ഗോപിച്ചേട്ടൻ, തമിഴിലാണെങ്കിൽ ശിവാജി ഗണേശൻ സാറ്, അമിതാഭ് ബച്ചൻ സാറ്, നാഗേശ്വർ റാവു സാർ, രാജ്കുമാർ സാർ, ഒത്തിരി പേരുടെ ഒരു അനുഗ്രഹത്തോടു കൂടി വന്ന ഒരാളാണ് ഞാൻ. അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സിനിമയല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ചിന്തിക്കാനുള്ള സമയവുമില്ല. എന്തായാലും ഞങ്ങൾ കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട്. അപ്പം വളരെ കാലം മുമ്പ് നമ്മൾ കലാപാനി എന്നൊരു സിനിമ എടുത്തു. അത് പാൻ ഇന്ത്യൻ അങ്ങനെയൊന്നും പറയുന്ന ഒരു വാക്കോ കാര്യങ്ങളോ ഇല്ല. മലയാള സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു. ഞാൻ വാനപ്രസ്ഥം എന്നുള്ളൊരു സിനിമ എടുത്തിട്ടുണ്ട്. അതൊക്കെ സിനിമയ്ക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അതിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. കാരണം ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ്. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല. നമ്മൾ പലപ്പോഴും സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാനും ആൻ്റണിയുമായിട്ട് ബന്ധപ്പെടുന്നത്. ആൻ്റണി എൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് 37 വർഷങ്ങളായി. അതൊരു വലിയ വർഷമാണ്. അന്ന് ചേർന്നത് മുതൽ സിനിമയല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയുമില്ല. എങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും, ഒരു ചെറിയ സ്റ്റേജിൽ നിന്ന് എത്ര വലിയ സിനിമകൾ. അദ്ദേഹം സ്വപ്നം കാണുന്നത് വളരെ വലുതാണ്. ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും ആൻ്റണിക്കില്ല. അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി. അതാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതൊരു നിമിത്തമാണ്. അപ്പോൾ അതിന് ആദ്യം പൃഥ്വിയോട് നന്ദി പറയുന്നു, മുരളി ഗോപിയോട് നന്ദി പറയുന്നു, ആൻ്റണിയോട് വലിയൊരു നന്ദി പറയുന്നു. കാര്യം ഇതൊരു തോന്നലാണ്, അത് മെറ്റീരിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ആ തോന്നിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ. ഇത് 34ാമത്തെ സിനിമയാണ്. 35ാമത്തെ സിനിമ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാരുമായിട്ടുള്ള ചിത്രം. എന്തായാലും ആൻ്റണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിൻ്റെ വിജയമാണ് എമ്പുരാൻ എന്ന സിനിമയുടെ തുടക്കം. ഇത് ചെയ്ത ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏതായിരുന്നു ലാലേട്ടന് ഫീൽ? ഞാൻ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന തെറ്റാണോ? ഏറ്റവും നല്ലതായിരുന്നു. അല്ല, അങ്ങനല്ല. നമുക്ക് ഇപ്പോൾ അതിനൊരു മലയാളത്തിൽ ഏറ്റവും ജെനിത്ത് ഓഫ് എവരി സോറോ ഇസ് ഹാപ്പിനെസ് എന്ന് പറയും. എല്ലാ സങ്കടത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന സന്തോഷമെന്നാണ്. അപ്പോൾ അതായത് നമ്മളും കൂടെ ഓൾറെഡി ആൻ്റണി ഈസ് കൈമിങ്ങിലൂടെ ഒരുപാട് സങ്കടങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കൂടെ സങ്കടപ്പെടുന്നതെന്ന് ഒരാൾ സന്തോഷത്തിലിരിക്കാമെന്ന് വിചാരിച്ചു. അല്ലല്ലോ, അങ്ങനല്ല. നമ്മൾ ഒരു ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു, അതിൽ ഒരു വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്കൊരു 10-12 ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിസോറിയൻറ്റഡ് ആവും. നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചില തമാശകൾ പറഞ്ഞു വന്നേ ഉള്ളൂ. How would you like to introduce yourself? രാജുവേട്ടൻ എങ്ങനെയായിരിക്കും രാജുവേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിലേക്ക് ഞാൻ എത്തി എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എത്തിയിട്ടില്ല. മാസ് റിപ്ലൈ പ്രതീക്ഷിച്ചു, അത് തന്നെ കിട്ടി. നിങ്ങളെ പോലുള്ള ആൾക്കാർ നോക്കുമ്പോൾ നിങ്ങൾ ഡ്രീമിലാണ് നിൽക്കുന്നത്. അപ്പം ഇതുവരെ എത്തിയിട്ടുള്ള ഈ സക്സസ് മന്ത്രം എന്തായിരിക്കും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ? ഇതാണ് ഒരു മന്ത്രമൊന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങളുള്ള ആളാണ് ഞാൻ. ഭയങ്കര വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ആ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അത് പറയുമ്പോഴും ഭാഗ്യം എന്നൊരു വലിയ ഘടകം അവിടെ ഉണ്ട്. അത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല. അങ്ങനെ ജോലി ചെയ്യാനൊരു മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഈ ഒരു അവസരവും ഈ ഒരു അവസ്ഥയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ഡ്രീംസിനെ പെർസ്യൂ ചെയ്യുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂരിനെ പോലെയും ശ്രീ മോഹൻലാലിനെ പോലെയും ഒക്കെ ഇത്രയും ക്ലൗട്ടും ഇൻഫ്ലുവൻസും ഉള്ള ആൾക്കാർ എൻ്റെ സ്വപ്നങ്ങളിൽ എന്നെ വിശ്വസിച്ചു എന്ന് പറയുന്നിടത്താണ് എൻ്റെ വിജയം സംഭവിക്കുന്നത്. ആ ഭാഗ്യം വലിയ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ. അതിന് താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ ഐദർ ഷോട്ട് വിത്ത് ഫുൾ ഫോമാറ്റ് ലെൻസസ് അല്ലെങ്കിൽ ഇപ്പോൾ അലക്സയുടെ 65 എന്ന് പറയുന്ന ഒരു പുതിയ ഐമാക്സ് ഓപ്റ്റിമൈസ്ഡ് ക്യാപ്ചറിംഗ് മെക്കാനിസം ഉണ്ട്. അതിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ അതല്ല ഷൂട്ട് ചെയ്തത്, ഞാൻ അനമോഫിക്സിലാണ് ഷൂട്ട് ചെയ്തത്. നമ്മുടെ ടീസർ റിലീസായ ദിവസം ജനുവരി 26-നാണ് ടീസർ റിലീസായത്. ജനുവരി 27-നോ മറ്റോ US ക്രിസ്റ്റഫർ ടിൽമൻ എന്ന് പറയുന്ന ഐമാക്സിന്റെ ഹെഡ് എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അദ്ദേഹമാണ്. അതെ, താങ്ക്സ് ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാനൊരു താങ്ക്സ് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്റ്റഫർ ടിൽമൻ, ക്രിസ് ആണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് we just saw your film's footage and we truly believe that this needs to be showcased on IMAX across the world എന്ന് ഇങ്ങോട്ട് പറയുകയും ക്രിസിന്റെ താല്പര്യപ്രകാരമാണ് ഈ സിനിമ നമ്മൾ ഐമാക്സിലേക്ക് മാസ്റ്റർ ചെയ്ത് ഐമാക്സിൽ കാണിക്കുന്നത്. ഹാവിങ് സെഡ് ദാറ്റ്, ഞാൻ ഐമാക്സ് മാസ്റ്ററിന്റെ കുറെ ഫുട്ടേജ് കണ്ടു. ദ വിഷ്വൽ ക്വാളിറ്റി ഈസ് മൈൻഡ് ബ്ലോയിങ്. അവർ ബ്യൂട്ടിഫുള്ളി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമ. ഇസ് ഇറ്റ് ഓപ്റ്റിമൈസ്ഡ് ഫോർ ഐമാക്സ് സ്ക്രീൻസ് ആൻഡ് ഐമാക്സ് പ്രൊജക്ഷൻ? ഐ ഷുഡ് ബി ഓണസ്റ്റ്, അല്ല. ഇനിയിപ്പോൾ ക്രിസുമായിട്ടൊരു ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എൻ്റെ വട്ടിന് ചിലപ്പോൾ ഇനി അടുത്ത പടമൊക്കെ നമ്മൾ നോക്കാം. കാരണം ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഗ്രൂപ്പുകൾ എല്ലാവരും കൃഷ്ണമൂർത്തിയെപ്പറ്റി അറിയാം. കാരണം ആൻ്റണിയെ ഒരു കൂടുതൽ ആ വിഷമമുള്ള സമയങ്ങളിൽ സഹായിച്ച, അദ്ദേഹത്തെ എല്ലാ കാര്യത്തിലും നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് കൃഷ്ണമൂർത്തി. അവന് ഞാൻ ഈ പടത്തിൻ്റെ വിജയത്തിൽ ഞാൻ ഇൻക്ലൂഡ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. പിന്നെ മഞ്ജു വാര്യർ, പിന്നെ നമ്മുടെ ടിനോവ, ടൊവിനോ, ഇന്ദ്രജിത്ത് ഞങ്ങളെ പല പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഇത് വളരെ അതിൻ്റെ ബാക്കിലിരുന്ന് പ്രവർത്തിക്കുന്നവർ വളരെ നല്ല അധ്വാനിച്ചിട്ട് നല്ലൊരു പടമാണ്. ഒരു സിനിമ എന്ന രീതിയിലും ഇത്രയും ജനങ്ങൾ ഇന്ന് ലോകത്തിലെ എല്ലാ മലയാളികൾ മുഴുവനും കാത്തിരിക്കുന്ന ഒരു പടം. ഇത് പ്രത്യേകമായിട്ട് പറയാനല്ല, ഇത് യഥാർത്ഥത്തിൽ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, അതാണ് കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമ ഏറ്റവും വിജയകരമായി നടക്കട്ടെ. ഇത് മലയാളികളുടെ ഒരു അഭിമാനമായി മാറും. ലോകത്തിലെ ഏറ്റവും മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സിനിമയായി മാറും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. സാധിച്ചതിൽ ഈ ഒരു സിനിമയുടെ മാത്രമല്ല ലൂസിഫറിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ
ഇപ്പോഴും ആ സന്തോഷം അതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിൽ വരാൻ പറ്റിയത്. ഒരു മലയാള സിനിമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തരുന്ന ഒന്നാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടും അതല്ലാതെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ഈ സിനിമയിൽ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയും ഈ പറഞ്ഞ പോലെ ഒരുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അതങ്ങനെ വെറുതെ ഉണ്ടായതല്ല. ഈ സിനിമയുടെ വിഷ്വൽസും അതായത് ട്രെയിലറും ടീസറും ഒക്കെ വന്നതിന് ശേഷം ഈ സിനിമയിലുണ്ടായ ഒരു വിശ്വാസവും ഇതിനു മുമ്പത്തെ സിനിമ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ആ ഒരു വിശ്വാസവും ഒക്കെയാണ്. അത് ഇങ്ങനൊരു സിനിമ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കും എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഇനി തുടർന്ന് നമുക്ക് മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഥ തുടങ്ങി വെച്ച ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ആനന്ദ ചേട്ടൻ സൂചിപ്പിച്ച പോലെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഇന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് 2-3 സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, അവരെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ ജർമ്മനിയിൽ നിന്ന് വരികയാണ്. ജർമ്മനിയിൽ നിന്ന് ഡൽഹിയിലെത്തി, ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വീക്കെൻഡിനായിട്ട് വന്നതാണ് ചേട്ടാ, ഞങ്ങൾ പടം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ജർമ്മനിയിലൊക്കെ സിനിമ റിലീസ് ആവുന്നുണ്ടല്ലോ എന്ന്. അല്ലല്ല, ഇവിടെ വന്ന് ഈ ഉത്സവത്തിനിടയിൽ ഇതിൻ്റെ ഒരു ഭാഗമായി ഈ സിനിമ കാണും, അതിനു വേണ്ടി വന്നതാണ്, തിങ്കളാഴ്ച തിരിച്ചു പോകുമെന്നും പറഞ്ഞു. അപ്പോൾ ശരിക്കും ഭയങ്കര ഒരു വണ്ടറാണ്. ശരിക്കും ഞങ്ങളൊക്കെ വിചാരിച്ചതിന് ഒരുപാട് അപ്പുറം ഈ ഒരു സിനിമ ഇപ്പം തന്നെ വളർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സിനിമ എത്തുകയാണ്. ഒരു ഗംഭീര വിഷ്വൽ സ്പെക്ടക്കിൾ ഒരുക്കാൻ പൃഥ്വി ശ്രമിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഗംഭീര പ്രകടനം ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും. ഞങ്ങളെല്ലാവരും ലൂസിഫർ കഴിഞ്ഞപ്പോൾ എംബ്രാൻ വരികയാണ്. വി ആർ ഓൾ വെയിറ്റിംഗ് വിത്ത് ബേറ്റഡ് ബ്രെത്ത്. ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ സിനിമ തിയേറ്ററിലെത്തും. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.